അനക്കോണ്ട. പേര് കേൾക്കുമ്പോൾ തന്നെ ചില ഒഫിഡിയോഫോബിയക്കാർക്ക് കാലിനടിയിൽ നിന്നും ഒരു തരിപ്പങ്ങ് കയറും. കാരണം മനുഷ്യന്മാരെ വെറും സെക്കൻഡുകൾ കൊണ്ട് വിഴുങ്ങിക്കളയുന്ന അനക്കോണ്ടകളെ എങ്ങനെയാണല്ലേ പേടിക്കാതിരിക്കുക? അനക്കോണ്ട എന്ന ഹോളിവുഡ് ചിത്രം റിലീസായതോടെ ലോകമെമ്പാടുമുള്ള ആളുകളിൽ ഭീതി പടർത്തിക്കൊണ്ട് പതിഞ്ഞ ആ ഭീമൻ പാമ്പ് ആമസോൺ വനാന്തരങ്ങളിൽ ജലാശയങ്ങളിൽ ഒളിച്ചിരുന്ന് മനുഷ്യനെ വിഴുങ്ങുന്നത് കണ്ട് വിറച്ചിരുന്നവരാണ് നമ്മളിൽ പലരും. എന്നാൽ ഈ ഭീമൻ പാമ്പിനെ കുറിച്ചുള്ള ചില വസ്തുതകൾ ഇനിയും നമ്മളിൽ ചിലർ അറിയാതെ പോയിട്ടുണ്ട്. അതിനെക്കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു ചോദ്യം: നിങ്ങളൊരു ഒഫിഡിയോഫോബിക്കാണോ? അതായത് നിങ്ങൾക്ക് പാമ്പിനെ പേടിയുണ്ടോ എന്ന്. ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും കമന്റ് ചെയ്യൂ. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പാമ്പുകളിൽ ഒരിനമാണ് അനക്കോണ്ട. ഈ ഭീമന്റെ ശാസ്ത്രീയ നാമം യൂനിറ്റെക്സ് മൂരിനസ് എന്നാണ്. ഇവയുടെ വലിപ്പത്തെപ്പറ്റി അതിശയോക്തി കലർന്ന ചില വിവരണങ്ങളിലെങ്കിലും 8 മീറ്ററിൽ കൂടുതൽ വലിപ്പമുള്ളവ വിരളമാണ്. ബ്രസീൽ, പെറു, ഗയാന എന്നിവിടങ്ങളിലെ ചതുപ്പ് നിലങ്ങളിലും വനങ്ങളിലും ഇവയെ കണ്ടുവരുന്നു. അനക്കോണ്ടയ്ക്ക് പൊതുവെ പച്ച കലർന്ന തവിട്ട് നിറമാണുള്ളത്. പുറത്ത് 2 വരിയായി അണ്ഡാകൃതിയിലുള്ള കറുത്ത പാടുകളും വശങ്ങളിൽ വെളുത്ത പുള്ളികളും കാണാൻ സാധിക്കും. തല പരന്നതും കറുപ്പ് നിറം ഉള്ളതുമാണ്. കൂടുതൽ സമയവും ഇവ വെള്ളത്തിനടിയിൽ കഴിഞ്ഞുകൂടുന്നു. തല മാത്രം ജലപ്പരപ്പിൽ ഉയർത്തിപ്പിടിച്ച് ഇരയുടെ ആഗമനം പ്രതീക്ഷിച്ച് കഴിയാറുണ്ട്. ചിലപ്പോൾ മരക്കൊമ്പുകളിൽ വളഞ്ഞുകൂടി കിടക്കുകയും ചെയ്യും. ആള് ഒരു ഭീകരനാണെങ്കിലും വിഷമില്ല എന്നതാണ് യാഥാർത്ഥ്യം. വിഷപ്പല്ലുകളുമില്ല. കരക്കിറങ്ങി ആരെയും ബുദ്ധിമുട്ടിക്കാനും അനക്കോണ്ടകൾ ഇഷ്ടപ്പെടുന്നില്ല. കൂടുതൽ സമയവും ഇവ വെള്ളത്തിനടിയിൽ കഴിഞ്ഞുകൂടുന്നു. ആമസോണിൽ ചതുപ്പ് നിലങ്ങളിൽ തല മാത്രം വെള്ളത്തിൽ നിന്നും പുറത്തേക്ക് കാണിക്കുന്ന രീതിയിൽ ഇവയെ കാണാൻ സാധിക്കും. വിഷപ്പല്ലുകൾ ഇല്ലാത്തതിനാൽ തന്നെ പെരുമ്പാമ്പുകൾ ചെയ്യുന്നത് പോലെ ഇരയെ ഞെക്കിക്കൊല്ലുകയാണ് പതിവ്. അതായത് സിനിമയിലെ പോലെ ഒരാളെ വിഴുങ്ങാനൊന്നും ഇവയ്ക്കാവില്ലെന്ന്. മുട്ട വിരിഞ്ഞ് പുറത്തിറങ്ങുന്ന പാമ്പിൻ കുഞ്ഞിന് 1 മീറ്ററോളം നീളം വരും. ഒരു പ്രാവശ്യം 70-ൽ പരം കുഞ്ഞുങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. ഇവയ്ക്ക് ഓരോന്നിനും 1 മീറ്ററെങ്കിലും നീളം വരും. നല്ല നീന്തൽക്കാരാണ്. കരയിൽ താമസിക്കാൻ അവർ ഇഷ്ടപ്പെടുന്നു. അനക്കോണ്ടകൾ മാംസഭോജികളാണ്. മറ്റു മൃഗങ്ങളെ ഭക്ഷിക്കുന്നു. തനിക്ക് പിടിക്കാൻ കഴിയുന്ന എന്തും അവർ കഴിക്കും. ചെറിയ സസ്തനികൾ, ഉരകങ്ങൾ, പക്ഷികൾ, മത്സ്യം എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. വലിയ അനാക്കോണ്ടകളാണെങ്കിൽ മാൻ, കാട്ടുപന്നി, ജാഗ്വർ, കാപ്പിബാര തുടങ്ങിയ വലിയ മൃഗങ്ങളെ വരെ തിന്നാൻ കഴിയും. താടിയെല്ലുകളിൽ പ്രത്യേക അസ്ഥിബന്ധനങ്ങൾ ഉള്ളതിനാൽ അവയ്ക്ക് എത്ര വലിയ മൃഗങ്ങളെയും എളുപ്പത്തിൽ വിഴുങ്ങാൻ സാധിക്കും. ഇടയ്ക്കിടയ്ക്ക് ഭക്ഷണം കഴിക്കുന്ന സ്വഭാവം ഇവയ്ക്കില്ല. ഒത്തൊരു ഇരയെ കിട്ടിയാൽ ഒരാഴ്ചത്തേക്ക് പിന്നെ ഭക്ഷണമേ വേണ്ട. പകൽ സമയങ്ങളിൽ ഇവ പലപ്പോഴും ഉറക്കമായിരിക്കും. അനക്കോണ്ടകൾ 20 മുതൽ 30 അടി വരെ നീളത്തിൽ വളരുകയും ചെയ്യും. ഇവയ്ക്ക് 500 പൗണ്ടിലധികം ഭാരം വരും. അനക്കോണ്ടകളുടെ കൂട്ടത്തിൽ റെറ്റിക്കുലേറ്റഡ് പൈത്തൺ ആണ് ഏറ്റവും നീളമേറിയ പാമ്പ്. ഏകദേശം 10 വർഷത്തോളമാണ് ഇവയുടെ ആരോഗ്യകരമായ ജീവിതം കണക്കാക്കപ്പെടുന്നത്. നാളിതുവരെ ഒരു അനാക്കോണ്ടയും മനുഷ്യനെ ഭക്ഷിച്ചതായി രേഖകളേയില്ല. പകരം മനുഷ്യർ അവയെ അവന്റെ ആവാസ വ്യവസ്ഥയിലേക്ക് കടന്നു കയറി വേട്ടയാടുകയാണ് ചെയ്യുന്നത്. കേരളത്തിൽ തിരുവനന്തപുരം മൃഗശാലയിലും അരുന്ധതി എന്ന പേരിൽ ഒരു അനാക്കോണ്ടയുണ്ട്. അതുപോലെ തന്നെ ഈ അടുത്താണ് അനാക്കോണ്ട കുടുംബത്തിലെ ഏറ്റവും വലിയ ഭീകരന്മാരെ ശാസ്ത്രലോകം കണ്ടെത്തിയത്. ലോകത്ത് ഇതുവരെ കണ്ടെത്തിയിട്ടില്ലാത്ത തരത്തിലുള്ള അനാക്കോണ്ട വർഗമാണിത്. ആമസോണിൽ വെച്ച് തന്നെയാണ് ഇവന്റെയും കണ്ടെത്തൽ. 26 അടി നീളത്തിൽ വളരാൻ കഴിയുന്ന ഈ പാമ്പിന് 500 കിലോയാണ് ഭാരം കണക്കാക്കുന്നത്. ലോകത്ത് ഇതുവരെ കണ്ടെത്തിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലുപ്പമുള്ള പാമ്പാണിത്. ഇതുവരെ അനാക്കോണ്ടയുടെ 4 സ്പീഷീസുകളെ പറ്റിയായിരുന്നു അറിവുള്ളത്. ഗ്രീൻ അനാക്കോണ്ട എന്ന വിഭാഗമായിരുന്നു ഇക്കൂട്ടത്തിൽ ഏറ്റവും വലുത്. തെക്കൻ അമേരിക്കയുടെ ട്രോപ്പിക്കൽ ഭാഗങ്ങളിലാണ് ഇവ ജീവിക്കുന്നത്. ആമസോൺ, ഒരിനാഗോ, ഇസേക്വേബോ നദീതടങ്ങളിലൊക്കെ ഇവയുണ്ട്. പായാനുള്ള കഴിവും ഇരയെ കിട്ടിയാൽ കെട്ടിവരിഞ്ഞ് മുറുക്കിക്കൊല്ലാനുള്ള കഴിവും ഈ പാമ്പുകളെ അപകടകാരികളാക്കുന്നു. ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്ന വലിയ പാമ്പ് ഈ ഗ്രീൻ അനാക്കോണ്ടയുടെ മറ്റൊരു വകഭേദമാണെന്നാണ് ഗവേഷകർ പറയുന്നത്. തദ്ദേശീയ ഗോത്രമായ വോറാണികളുടെ സഹായത്തോടെയാണ് ഇത്തരം പല പാമ്പുകളെയും ശാസ്ത്രജ്ഞർ പിടികൂടിയത്. തെക്കൻ മേഖലകളിൽ സാധാരണയായി കാണപ്പെടുന്ന അനാക്കോണ്ടകളുടെ കൂട്ടത്തിൽ നിന്നും 1 കോടി വർഷം മുൻപാണ് ഈ പാമ്പുകൾ വഴിപിരിഞ്ഞു പോയത്. 2 പാമ്പുകളും തമ്മിൽ 5.5% ജനിതക വ്യത്യാസമാണുള്ളത്. അതായത് കേൾക്കുമ്പോൾ ചെറിയ ശതമാനമായി തോന്നുമെങ്കിലും വ്യത്യാസം വലുതാണെന്ന് ശാസ്ത്രജ്ഞർ പറയുന്നു. ഉദാഹരണമായി പറഞ്ഞാൽ മനുഷ്യരും ചിമ്പാൻസികളും തമ്മിൽ വെറും 2% ജനിതക വ്യത്യാസം മാത്രമാണുള്ളത്. എന്നാൽ എത്രത്തോളം അത് വ്യത്യാസപ്പെട്ടിരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഈ അനാക്കോണ്ട ആമസോണിലെ ഏറ്റവും ഉയർന്ന വേട്ടക്കാരാണ്. മേഖലയുടെ പ്രകൃതി വൈവിധ്യം സംരക്ഷിക്കുന്നതിൽ ഇവയുടെ പങ്ക് വളരെ വലുതാണ്. ആമസോൺ കാടുകളിൽ കുറച്ചു നാളുകളായി നിറയുന്ന പ്രകൃതി ചൂഷണം അനാക്കോണ്ടകൾക്ക് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്. വനനശീകരണം, അനധികൃത കൃഷി, മൃഗചൂഷണം തുടങ്ങിയവയൊക്കെ ഇവയിലുള്ളതാണ്. അപ്പോൾ അനാക്കോണ്ടയെക്കുറിച്ചുള്ള ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ.